പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നതിന് വേണ്ടിയാണ് മോദി എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ വഴി കന്യാകുമാരിയിലേക്ക് തിരിക്കും. അവിടെ നിന്ന് പ്രത്യേക ബോട്ടിലാണ് വിവേകാനന്ദ പാറയിലേക്ക് എത്തുക. മറ്റന്നാൾ വരെ 45 മണിക്കൂർ വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ല. സുരക്ഷയ്ക്കായി 2000 പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും കന്യാകുമാരിയിൽ നിന്ന് വി അരുണും ചേരുന്നു. ഒപ്പം സുവി വിശ്വനാഥനും. ആദ്യം വി വിനോദിലേക്ക്. വിനോദ്, തിരുവനന്തപുരത്തേക്ക് എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുക? മുൻകൂട്ടി അറിയിച്ചിരിക്കുന്ന സമയക്രമം എന്താണ്? എൽദോ 3:30 മണിയോടുകൂടി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിൽ എത്തുമെന്നാണ് നേരത്തെയുള്ള അറിയിപ്പായി വന്നിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വൈകുകയാണ്. 4:20 അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രത്യേക വിമാനം മാർഗം വഴിയെത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതേസമയം കാലാവസ്ഥ പ്രതികൂലമെങ്കിൽ റോഡ് മാർഗമായിരിക്കും അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോവുക. അതിൻ്റെ ഒരു അന്തിമമായ തീരുമാനം എത്തിയിട്ടില്ല. അദ്ദേഹം റോഡ് മാർഗമാണ് പോകുന്നതെങ്കിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പോലീസിൻ്റെ വലിയ സന്നാഹമുണ്ട്. അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള വാഹന വ്യൂഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഈ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വഴി കന്യാകുമാരിയിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ റോഡ് മാർഗമുള്ള യാത്രയായിരിക്കും. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് കന്യാകുമാരിയിൽ അദ്ദേഹം എത്തിയ ശേഷം അവിടെ അല്പസമയം അദ്ദേഹം വിശ്രമിക്കും. അതിനുശേഷം കന്യാകുമാരിയിൽ തന്നെയുള്ള അമ്മൻ കോവിലുണ്ട്. അമ്മൻ കോവിലിൽ ദർശനം നടത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മൻ കോവിലിൽ ദർശനം നടത്തി അതിനുശേഷമായിരിക്കും ബോട്ട് മാർഗം അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോവുക. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ഭാഗത്തായിരിക്കും പ്രധാനമന്ത്രിയും ധ്യാനമിരിക്കുക. അദ്ദേഹം ഇന്ന് അവിടെ എത്തി നാളെ പൂർണ്ണമായി ധ്യാനനിരതനായി അടുത്ത ദിവസം ഉച്ചയ്ക്ക് 3:30 മാത്രമായിരിക്കും അവിടെ നിന്ന് തിരികെ പുറപ്പെടുക. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നമ്മളിപ്പോൾ കാണുന്ന ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തി ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു സമയത്ത് നിശബ്ദമായ പ്രചരണം അത് ഇങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് നേതൃത്വം ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അതിൻ്റെ അവസാന ഒരു ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കടന്നു പോകുന്നൊരു സമയത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ വരുന്നത് അതൊരു രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ്. അദ്ദേഹത്തിന് വലിയ മീഡിയ അറ്റൻഷൻ കിട്ടും. ഇത് തിരഞ്ഞെടുപ്പ് പ്രചരണമാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണെന്ന ഗുരുതരമായ ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു. മാത്രവുമല്ല, കന്യാകുമാരിയിൽ ഇങ്ങനെയെങ്കിൽ അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളടക്കം, തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളടക്കം ഈ കന്യാകുമാരിയിൽ തന്നെ ധ്യാനമിരിക്കുമെന്ന ഒരു നിലപാട് കൂടി കോൺഗ്രസ് നേതൃത്വം, AICC നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ പ്രധാനമന്ത്രി എടുക്കുന്ന അതേ നാണയത്തിൽ തന്നെ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കുക, അങ്ങനെ ഒരു ആലോചനയാണ് AICC നേതൃത്വത്തിൻ്റേത്. അങ്ങനെയുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ളതും. ഈ യാത്രയ്ക്ക് ഏതായിരുന്നാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരികയാണ്. ഈ പ്രധാനമന്ത്രിയുടെ BJPയുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇതൊരു ആധ്യാത്മികതയുടെ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ, സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന പാറയിലേക്ക് അദ്ദേഹം വരുമ്പോൾ അതിന് ഭാരതത്തിൻ്റെ ഒരു ചൈതന്യം അത് കൃത്യമായി കാണിക്കുന്നു, അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്തുന്നു എന്ന ഒരു BJPയുടെ വാദം. ആധ്യാത്മികമായി ഭാരതത്തിൻ്റെ ഔന്നത്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും കാലത്തെ ജീവിതചര്യ പരിശോധിക്കുമ്പോൾ അദ്ദേഹം കൈക്കൊള്ളുന്നൊരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവലംബിക്കുന്ന രീതിയുണ്ട്. അതിൻ്റെ ഒരു തിളക്കമാർന്ന ഒരു ഏടായി ഇത് മാറുന്നു എന്ന ഒരു പ്രചരണം BJP വയ്ക്കുമ്പോൾ അതല്ല, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഇതൊരു രാഷ്ട്രീയ ഗിമ്മിക്കാണ്, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ
തിരുവനന്തപുരം നഗരം മുഴുവൻ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഒരുപക്ഷെ റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് പോകുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ടും, അതായത് നമുക്കറിയാം നെയ്യാറ്റിൻകര പാറശാല കളയിക്കവിള റൂട്ടാണ് പ്രധാനമായും NH എന്ന നിലയിലുള്ളത്. അവിടെ നിന്ന് നാഗർകോവിലേക്ക് പ്രവേശിച്ച് കന്യാകുമാരിയിലേക്കുള്ള യാത്ര റോഡ് മാർഗം സാധാരണ നിലയിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഏതാണ്ട് 2 മണിക്കൂറോളമെങ്കിലും വേണ്ടിവരും. പക്ഷേ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെയാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അത്രയും സമയം വേണ്ടിവരില്ല. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി എത്തുമെന്ന സമയം അത് വൈകും എന്നത് ഉറപ്പാണ്. 4:20 മാത്രമേ അദ്ദേഹം ഇവിടേക്ക് എത്തൂ എന്ന ഒരു ഔദ്യോഗിക അറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് നമുക്കറിയാം മഴക്കാലമാണ്, കാലാവസ്ഥ അല്പം പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ കരുതി അദ്ദേഹം എത്തുന്ന സമയത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും പോലീസും മറ്റ് സംവിധാനങ്ങളുമെല്ലാം അഗ്നിശമനസേനയും മെഡിക്കൽ ടീമും ഉൾപ്പെടെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിന് മുൻപ് നമുക്കറിയാം ഈ കേരളത്തിലെ പോളിംഗ് നടക്കുന്നതിന് മുൻപ് ഈ വർഷം തന്നെ 7 തവണയെങ്കിലും കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു, വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരുന്നു. പക്ഷേ പൊതുപരിപാടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് കേരളത്തിലില്ല. മറിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി പ്രത്യേക ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര ആ നിലയ്ക്കാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എൽദോ റൈറ്റ്, VV അരുൺ കൂടി ചേരുന്നുണ്ട്.